പുതിയ സംഭവ വികാസങ്ങൾ സൃഷ്ടിക്കുകയാണ് നരേന്ദ്രമോദി. അതായത് ഇതുവരെ നമ്മുടെ അയൽ രാജ്യമായിരുന്ന മുഹമ്മദ് യൂനസ് വന്നതിന് ശേഷം ബംഗ്ലാദേശ് നമ്മളോട് ശത്രുതാ മനോഭാവമാണ് കാണിച്ചത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ വീണ്ടും വലിയൊരു സഹകരണത്തിനൊരുങ്ങിയാണ്. ധാക്കയിലേക്ക് നരേന്ദ്രമോദി എത്തുന്നു എന്നുള്ളതാണ്. അത് നമുക്കൊരു ചോദ്യചിഹ്നത്തിൽ നിർത്താം. എങ്ങനെ കാണാം അതിനെ? ഇന്ത്യയുടെ നയതന്ത്ര വിജയമായിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം ഇന്ത്യയും ബംഗ്ലാദേശും എന്ന് പറഞ്ഞാൽ ഏറ്റവും സൗഹൃദത്തിൽ കഴിഞ്ഞിരുന്ന രണ്ട് രാഷ്ട്രങ്ങളാണ്. ബംഗ്ലാദേശിനെ നിർമ്മിച്ചത് തന്നെ ഇന്ത്യയാണ്. അങ്ങനെ അത്രമാത്രം സൗഹൃദത്തിലിരിക്കുന്ന സമയത്താണ് ബംഗ്ലാദേശിൽ കലാപമുണ്ടാകും. കലാപമുണ്ടാക്കുന്നത് ആരാണ്? അവിടെ വിദ്യാർത്ഥികളാണ് എന്നാണ് പൊതുവെ നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. മാത്രമല്ല ഇന്ത്യയിലും അതേപോലെ തന്നെ ലോകത്തിൻ്റെ പല ഭാഗത്തും അവിടെ നടന്ന കലാപം എന്ന് പറയുന്നത് ജൻസി കലാപത്തിന് സമാനമായിട്ടുള്ളൊരു കലാപമാണ്. പുതുകാല യുവാക്കളാണ് കലാപം സൃഷ്ടിച്ചത്. കലാപത്തിൻ്റെ കാരണം അവർക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യവും അതേപോലെ തന്നെ തൊഴിലും അതുപോലെ ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ലഭ്യമല്ല എന്നുള്ളതായിരുന്നു പറഞ്ഞ കാരണം. എന്നിട്ട് ഭരണകൂടത്തിൻ്റെ അധിപതിയെ അവിടെ നിന്ന് അവർ അടിച്ചോടിച്ചു. അവർ ഇന്ത്യയിലേക്ക് വന്നു. അങ്ങനെ ഇന്ത്യ അവർക്ക് രാഷ്ട്രീയ അഭയം നൽകി. ഇതിൻ്റെ ഫലമായിട്ട് ബംഗ്ലാദേശും നമ്മളും തമ്മിലുള്ള ബന്ധം വളരെ കലുഷിതമായി തീരുകയും അവിടെ മുഹമ്മദ് യൂനസ് താൽക്കാലികമായിട്ട് അതിൻ്റെ അധികാരിയായിട്ട് നേടിയ സമയത്ത് ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തകർത്തു. ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തകർത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ധാക്കയിലേക്ക് പോയിരുന്ന ബസ്സും അതുപോലെ ധാക്കയിൽ നിന്ന് തിരിച്ചു വരുന്നതായിട്ടുള്ള ബസ്സും ആ റൂട്ട് കട്ട് ചെയ്തു. ആ പരിപാടി ഇനി വേണ്ട എന്ന് പറഞ്ഞ് തീരുമാനത്തിലെത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ശരിക്കും പറഞ്ഞാൽ പ്രൊപ്പഗേറ്റ് ചെയ്ത ഒരു പ്രശ്നമാണ് വളർന്ന് വികസിച്ച് അവിടുത്തെ കലാപമായി മാറിയത്. എന്ന് വെച്ചാൽ അതിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തി ജമാഅത്തെ ഇസ്ലാമിയായിട്ട് മാറി. ജമാഅത്തെ ഇസ്ലാമി കടുത്ത ശത്രുതയിലാണ് ഇന്ത്യയുമായിട്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടുതൽ സ്ഥാനാർത്ഥികൾ വിജയിച്ചതാകട്ടെ ഇന്ത്യയുമായി ബംഗ്ലാദേശ് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലൊക്കെയാണ്. എന്നുവെച്ചാൽ ഇന്ത്യക്കെതിരെ നടത്തിയ അവരുടെ വിഷപ്രയോഗങ്ങൾ അല്ലെങ്കിൽ വെറുപ്പുൽപാദന മുദ്രാവാക്യങ്ങളൊക്കെയാണ് ആ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് സഹായകരമായിട്ടുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അവിടുത്തെ ഭരണം പിടിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമി പരാജയപ്പെട്ടു. അങ്ങനെ ഒരു ഭരണത്തിൽ നിന്ന് പുറത്തായി. അപ്പോൾ അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്ന ആ പാർട്ടി നമ്മളുമായിട്ട് സഹകരിക്കാനായിട്ട് താല്പര്യം കാണിക്കുകയും നമ്മൾ അവരുമായിട്ട് സഹകരിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു തുടർ പ്രക്രിയ എന്ന നിലക്ക് വേണം നമുക്കിതിനെ കണക്കാക്കാൻ. അതായത് ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന സൗഹൃദത്തിലേക്ക് തിരിച്ചു പോകും. അതിൻ്റെ തുടക്കം എന്ന നിലക്കാണ് ഈ ബസ് യാത്ര ഇപ്പോൾ ആരംഭിക്കുന്നത്. അതിന് മുന്നിൽ നരേന്ദ്രമോദി നിൽക്കുന്നു. നരേന്ദ്രമോദിയുടെ വിദേശ നയതന്ത്ര വിജയങ്ങളിൽ ഒന്നായിട്ട് നമുക്കിതിനെ വിലയിരുത്തേണ്ടത് ആവശ്യമാണ്. അതായത് ഇപ്പം PS മാഷ് പറഞ്ഞതുപോലെ ഒരു നയതന്ത്ര അല്ലെങ്കിൽ അടഞ്ഞുപോയൊരു നയതന്ത്രം അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം നമ്മൾ ഈ പപ്പു പോയിട്ട് പാപ്പം വന്നു എന്നുള്ള രീതിയിൽ നമുക്കിപ്പോൾ ഇതിനെ കാണാൻ പറ്റത്തുള്ളൂ. കാരണം ഈ BNP നേരത്തെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടൊന്നും അല്ല. BNP നമുക്ക് അനുകൂലമായ നിലപാടല്ല ഇപ്പോഴും. BNP നമ്മുടെ ശത്രുപക്ഷത്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും BNPയും തമ്മിൽ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗഹൃദം ഉണ്ടാക്കാൻ കഴിയുന്നത് BNP ആയിട്ടാണ്. ജമാഅത്തെ ഇസ്ലാം അടുത്ത ശത്രുത തന്നെയാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്ന BNP നമുക്കിപ്പം ഓർക്കണ്ട. പുതിയ ഈ നേതാവ് ഒരുപക്ഷെ അദ്ദേഹം ഇതുവരെ വിദേശത്തായിരുന്നു. തിരിച്ചു വന്നപ്പോൾ തന്നെ ആദ്യമേ ഇലക്ഷൻ നേടുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇന്ത്യയുമായിട്ട് നല്ല സൗഹൃദത്തിൽ പോകും, അല്ലെങ്കിൽ ഇന്ത്യ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രാജ്യമാണ്. അപ്പം അത് വലിയൊരു രാഷ്ട്രീയക്കാരൻ്റെ വർത്തമാനം. നമ്മൾ ട്രംപ് പണ്ട് മത്സരിക്കുന്ന സമയത്ത് ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഹിന്ദുക്കൾ എൻ്റെ സഹോദരങ്ങളാണെന്ന് പറഞ്ഞതിൻ്റെ കാര്യം 35 ലക്ഷം വോട്ട് ഇന്ത്യക്കാരൻ്റെ അവിടെ ഉണ്ട്. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ബംഗ്ലാദേശിൽ നല്ല സ്വാധീനമുണ്ട്. എത്ര പറയുമ്പോഴും ആ സ്വാധീനം അവിടുത്തെ ജനങ്ങൾക്കത് ഈ കുറച്ച് ജമാഅത്തെ ഇസ്ലാമിക്കാരനും അല്ലെങ്കിൽ ഒരു 10% ഭീകരവാദികളും ഒക്കെ ഉണ്ടെങ്കിലും ഇന്ത്യയോടും അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണകൂടത്തോടും താല്പര്യമുള്ളവർ ബംഗ്ലാദേശിൽ വലിയ വലിപ്പത്തിലുണ്ട്. അപ്പോൾ അവരുടെ വോട്ട് അദ്ദേഹത്തിന് കിട്ടണം. ഒരുപക്ഷെ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം അത് നടന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത്തരത്തിൽ അയാൾക്ക് അദ്ദേഹം ഹിന്ദുക്കളൊക്കെ ജയിച്ചിരിക്കുന്ന BNPയുടെ മന്ത്രിമാരെയൊക്കെ അതിനകത്ത് തീരുമാനിക്കുന്നതായിട്ടാണ് കുറച്ചുപേര് ജയിച്ചിരിക്കുന്നത്. 4ഓളം ഹിന്ദുക്കളെ മന്ത്രിമാരാക്കുമെന്നൊക്കെ ഉള്ള വർത്തമാനം വരുന്നു. അതൊക്കെ വന്നിട്ടതിന് ശേഷം കാണാം. കാരണം MP ഉണ്ട്.
അപ്പം ഈ പറയുന്ന നയതന്ത്ര വിജയത്തിന് വേണ്ടി അല്ലെങ്കിൽ നാളെ കാലത്തെ ഈ നേരത്തെ ആ രാജ്യം വികസിച്ചിരുന്ന കാലഘട്ടം നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അടുത്ത ഇന്ത്യയുമായിട്ടുള്ള സൗഹൃദവും ഇന്ത്യയുടെ ഉപദേശവും മാത്രം സ്വീകരിച്ച് ഈ പറയുന്ന മുൻ പ്രധാനമന്ത്രി പോയിരുന്ന സമയത്താണ്. ഒരുപക്ഷെ ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്ന ഒരു കരകയറാൻ പറ്റാതെ ഭീകരവാദികളുടെ കയ്യിൽ അല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടത്തെ തിരിച്ച് ആ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കത്തിന് ഇന്ന് ലോകം ആശ്രയിക്കുന്ന അല്ലെങ്കിൽ എല്ലാ നമ്മൾ പറയുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും ഇന്ത്യയെ ആശ്രയിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ ആശ്രയിച്ച് നിൽക്കുന്ന ഇന്ത്യൻ കമ്പോളത്തെ ആശ്രയിച്ച് നിൽക്കുന്ന ഇന്ത്യയുമായിട്ട് ഇല്ലാത്ത ഒരു ബിസിനസ് നാളെ കാലത്തെ പാടാണെന്ന് വിചാരിക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ ഭാഗമാകുന്നതിന് ഒരു പരിധി വരെ തയ്യാറായിരിക്കുന്നു എന്ന് വേണം കരുതാം. അതായത് ഈ ബസ് സർവീസിൻ്റെ തുടക്കം നമ്മളെ ശത്രുപിരിഞ്ഞ സമയത്ത് നമ്മളെ വിളിച്ചായിരുന്നു. നമ്മൾ പ്രധാനമന്ത്രി പോയില്ല, പ്രധാനമന്ത്രി വിട്ട് സ്പീക്കറെയാണെന്ന് തോന്നുന്നു. അപ്പം അതെന്ന് വെച്ചാൽ അങ്ങനെ അങ്ങോട്ട് ചെല്ലത്തൊക്കെ ഉള്ള വലിയ റോളുള്ള രാജ്യമൊന്നും അല്ല. മാത്രമല്ല ഫ്രാൻസിന്റെ കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് വികസിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ മോദി തന്നെ ബസ്സിൽ കയറി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചത്. അതെ, മോദി ബസ്സിൽ കയറി പോകുന്നു എന്നുള്ള തീരുമാനം വന്നിട്ടുണ്ടോ? ഇല്ല, ബസ് റൂട്ട് തുടങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ, പുനഃസ്ഥാപിക്കുന്നു. അല്ല, മോദി ബസ്സിൽ കയറി അങ്ങോട്ട് പോകുന്നു ഒന്നുമില്ല, അത്തരത്തിലുള്ള തീരുമാനമൊന്നും ആയിട്ടില്ല. നേരത്തെ ഉള്ളത് പുനഃസ്ഥാപിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ആ പുനഃസ്ഥാപിച്ചതിന് ശേഷം ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധം നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിൽ, അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്തെ പാകിസ്ഥാനെ ഉപയോഗിക്കുന്ന പോലെ ശത്രു രാജ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പ്രാപ്തമായിട്ട് ഇപ്പോഴത്തെ ഭരണകൂടം നിൽക്കുന്നില്ല എന്ന് ഇന്ത്യക്ക് ഉറപ്പ് വന്നാൽ മാത്രമേ പഴയ ആ ബന്ധത്തിൽ തുടരുന്നതിന് വേണ്ടി ഇന്ത്യ സാധ്യമാക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ രീതിയിലുള്ള താക്കീതും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വർത്തമാനം ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുതിയ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പും പിൻപുമായിട്ടുള്ള നമ്മുടെ ഇടപെടൽ കൊണ്ട് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ ഇന്ത്യയുമായിട്ടൊരു സൗഹൃദത്തിൽ പൂർണ്ണമല്ലെങ്കിൽ പോലും ഇന്ത്യയെ പിണക്കി മുന്നോട്ട് പോകുന്നതിന് പുതിയ ഭരണാധികാരി തയ്യാറല്ല എന്നുള്ളതിന് ഉള്ള ഒരു തെളിവും ആണ് ഈ പറയുന്ന ബസ് സർവീസ് എന്ന് വേണം കരുതാൻ. പുതിയ രീതിയിലുള്ള മാറ്റമൊക്കെ ബംഗ്ലാദേശിൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നമ്മൾ ചോദിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് അറിയേണ്ട കാര്യം ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിലാണ്. ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണം, അവർക്ക് വധശിക്ഷയൊക്കെ വിധിച്ചതാണ് യുഎസ് സർക്കാർ. അത്തരത്തിലൊരു നീക്കം പുതിയ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ? അല്ല, ഇത് കുറച്ച് നാളുകൾക്ക് ശേഷം മാത്രം ക്ലിയർ ആവുന്ന ഒരു ചിത്രമാണ്. കാരണം ഇപ്പോൾ അതിൽ ഒരു അഭിപ്രായ പ്രകടനത്തിന് പോലും പ്രസക്തിയില്ല എന്നുള്ളതാണ്. കാരണം പുതിയ സർക്കാർ വന്നതിന് ശേഷവും ഷെയ്ഖ് ഹസീനയോട് അവരുടെ നിലപാട് പഴയത് തന്നെയായിരിക്കുമെന്ന് മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇന്ത്യയും അതേപോലെ തന്നെ ബംഗ്ലാദേശും സൗഹൃദത്തിലായിരിക്കേണ്ടത് ഇന്ത്യയുടെ മാത്രം ആവശ്യമല്ല, ബംഗ്ലാദേശിൻ്റെ കൂടി ആവശ്യമാണ്. ഇന്ത്യക്ക് അതിനകത്ത് കൂടുതൽ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാകിസ്ഥാൻ ബംഗ്ലാദേശിനെ ഇന്ത്യക്കെതിരായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ, ഒരു ഉപകരണമാക്കി മാറ്റി അതിനെ ഒരു ബേസാക്കി നിന്ന് നമ്മളുടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചിക്കൻ നെക്കൊക്കെ അതിനകത്ത് വീണ്ടും ചർച്ചയിൽ വരുന്നതിൻ്റെ പ്രശ്നം അതാണ്. പക്ഷെ അത് മാറ്റാൻ നമ്മൾ വേറെ വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ പ്രശ്നം എപ്പോഴും നമ്മുടെ തൊട്ട അയൽവക്കത്ത് നമ്മളെ ഉപദ്രവിക്കാനായിട്ടുള്ള പാകിസ്ഥാൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായിയായി നിൽക്കുന്ന ഒരു ബംഗ്ലാദേശിനേക്കാൾ നല്ലത് നമ്മളും പാകിസ്ഥാനുമായിട്ടൊക്കെ ഒരുപോലെയൊക്കെ സൗഹൃദം പുലർത്തുന്ന ഒരു ബംഗ്ലാദേശാണ്. ആ ബംഗ്ലാദേശ് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രുത ഇല്ലാത്ത, ശത്രുത പ്രകടമാക്കാത്ത ഒരു ബംഗ്ലാദേശിനെ നിർമ്മിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ധാക്കയിലേക്ക് ഈ വണ്ടി ഓടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതൊരു വെറും വണ്ടിയല്ല, പിന്നെന്താണ്, അതൊരു നയതന്ത്ര വണ്ടിയാണ്. അതെ.